നമസ്കാരം. ഒരു സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പായി ചെയ്തിരിക്കേണ്ട 8 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. മാർച്ച് 15നോ അതിനു മുമ്പായോ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. അതിന് കഴിഞ്ഞില്ല എങ്കിൽ മാർച്ച് 31 മുമ്പായി അഡ്വാൻസ് ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 234B പ്രകാരമുള്ള ഇൻട്രസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാകാൻ സാധിക്കും. രണ്ടാമതായി ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ്. നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സിന്റെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അതിൽ മാനുഫാക്ചറോ സർവീസ് പ്രൊവൈഡറോ ആയിട്ടുള്ള മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് വിഭാഗത്തിൽ വരുന്ന ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് 15 ദിവസത്തിൽ കൂടുതൽ പെൻഡിംഗ് ആണെങ്കിൽ മാർച്ച് 31 ആ പേയ്മെന്റ് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ആ ക്രെഡിറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ 15 ദിവസത്തിന് പകരം 45 ദിവസത്തെ ക്രെഡിറ്റ് പീരീഡ് ലഭ്യമാണ്. മാർച്ച് 31 ഈ പേയ്മെന്റ് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ എമൗണ്ട് ഈ വർഷം എക്സ്പെൻസ് ആയി എഴുതുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ITC അവൈൽ ചെയ്തിട്ടുള്ള പർച്ചേസിന്റെ പേയ്മെന്റ് 180 ഡേയ്സിനുള്ളിൽ കൊടുത്തില്ല എങ്കിൽ അവൈൽ ചെയ്തിട്ടുള്ള ITC റിവേഴ്സ് ചെയ്ത് കളയേണ്ടതാണ്. മൂന്നാമതായി റീകൺസിലിയേഷൻ വിത്ത് GSTR 2B. 2024-25 സാമ്പത്തിക വർഷത്തിലെ 2Bയിൽ വന്നിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ITC എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ മാർച്ചിലെ 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പായി ക്ലെയിം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ടെലിഫോൺ അല്ലെങ്കിൽ ബാങ്ക് ചാർജസ് തുടങ്ങിയ എക്സ്പെൻസുകൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും പിടിക്കുന്ന ITC ക്ലെയിം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ മാർച്ചിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ക്ലെയിം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അക്കൗണ്ട്സും GSTR 2Bയുമായി റീകൺസൈൽ ചെയ്ത് 2Bയിൽ വരാത്ത പർച്ചേസ് ബില്ലിന്റെ സപ്ലൈസിനെ കോൺടാക്ട് ചെയ്ത് മാർച്ചിലെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഈ ബില്ലുകൾ അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുക. നാലാമതായി ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. ഇൻഎലിജിബിൾ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻപുട്ടുകൾ തെറ്റായി ക്ലെയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ മാർച്ചിലെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായി റിവേഴ്സ് ചെയ്യണം. ഉദാഹരണത്തിന് റെസ്റ്റോറന്റ് ബിൽ, വണ്ടി മേടിച്ചതിന്റെ ബിൽ, വെഹിക്കിൾ റിപ്പേഴ്സിന്റെ ബിൽ, പേഴ്സണൽ എക്സ്പെൻഡിച്ചറുടെ ബില്ലുകൾ, കൺസ്ട്രക്ഷൻ ബില്ലുകൾ തുടങ്ങിയ എക്സ്പെൻസുകൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്യേണ്ടതായി വരും. അഞ്ചാമതായി RCM. GST ആക്ട് സെക്ഷൻ 9 സബ്സെക്ഷൻ 3യിൽ പറഞ്ഞിട്ടുള്ള റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പർച്ചേസോ എക്സ്പെൻസോ ഉണ്ടായിട്ടും ഔട്ട്പുട്ട് ടാക്സ് അടച്ചില്ല എങ്കിൽ മാർച്ച് 31 മുമ്പായി സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് ടാക്സ് അടച്ച് കൃത്യമായി ഇൻപുട്ട് ക്ലെയിം ചെയ്യേണ്ടതാണ്. ആറാമതായി റീകൺസിലിയേഷൻ വിത്ത് GSTR 3B. ബുക്സ് ഓഫ് അക്കൗണ്ട്സും GSTR 1ഉം GSTR 3Bയും തമ്മിൽ റീകൺസിൽ ചെയ്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിൽ മാർച്ചിലെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തിരുത്താൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് GST നമ്പർ, ഇൻവോയ്സ് നമ്പർ, ടാക്സബിൾ വാല്യൂ, GST റേറ്റ് അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാർച്ചിലെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏഴാമതായി കോമ്പോസിഷൻ സ്കീം. അടുത്ത സാമ്പത്തിക വർഷം നിങ്ങൾക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യണമെങ്കിൽ മാർച്ച് 31 മുമ്പായി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. എട്ടാമതായി അമ്നിസ്റ്റി സ്കീം. 2017-18, 2018-19, 2019-20 വർഷങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡിമാൻഡ് ഓർഡർ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അമ്നിസ്റ്റി സ്കീം പ്രകാരം ടാക്സ് എമൗണ്ട് 2025 മാർച്ച് 31 മുമ്പായി അടയ്ക്കുകയാണ് എങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ടും പെനാൽറ്റി എമൗണ്ടും നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടും. അതുപോലെ ഈ ഡിമാൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ മാർച്ച് 31 മുമ്പായി ഈ അപ്പീൽ വിഡ്രോ ചെയ്യണം. മാർച്ച് 31 മുമ്പായി ടാക്സ് എമൗണ്ട് അടച്ച് 2025 ജൂൺ 30 മുമ്പായി അമ്നിസ്റ്റി സ്കീം ഓപ്റ്റ് ചെയ്യണം. താങ്ക് യു.